ഇറാന്റെ തുറമുഖത്ത് വലിയ രീതിയിലുള്ള സ്ഫോടനം റിപ്പോർട്ട് ചെയ്തു. 13 പേർ കൊല്ലപ്പെട്ടു ആദ്യഘട്ടത്തിൽ എന്നുള്ളതും മരണം കൂടാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ബന്ദർ അബ്ബാസ് മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് തുറമുഖത്തിനോട് ചേർന്നിട്ടുള്ള ഷാഹിദ് രാജ് തുറമുഖത്താണ് ഈ തരത്തിലുള്ള സ്ഫോടനം നടത്തിയത്. ബിൽഡിങ്ങിൻ്റെ അകത്ത്, തുറമുഖത്തിൻ്റെ അകത്തുള്ള ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ളതും അത് പൊട്ടിത്തെറിയോടനുബന്ധിച്ച് തൊട്ടടുത്ത പ്രദേശത്തേക്ക് നീങ്ങി എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത്. ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇതിൻ്റെ ആഘാതം ഉണ്ടായിരിക്കുന്നു. ഒരുപാട് വീടുകൾ തകരുകയും വാഹനങ്ങൾക്ക് കേടുപാട് സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരു സംവിധാനം തന്നെ രൂപീകരിച്ചിരിക്കുന്നു എന്ന് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. ഏതെങ്കിലും ബാഹ്യശക്തികളുടെ ആക്രമണം കൊണ്ടാണോ ഈ സംഭവങ്ങൾ നടന്നത് എന്ന് ഞങ്ങൾ പരിശോധിച്ച് വരികയാണ്. നിലവിലെ സാഹചര്യത്തിൽ അത്തരമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. തുറമുഖത്തിന് തീപിടിച്ച് സ്ഫോടനം നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾക്ക് യാതൊരു പങ്കുമില്ലെന്ന് ഇസ്രായേൽ ഇതിനോടനുബന്ധിച്ച് തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. രാസവസ്തുക്കൾ സൂക്ഷിച്ച തുറമുഖത്തിന് നേരെയാണ് ഈ തരത്തിലുള്ള തീപിടുത്തവും ആക്രമണവും ഉണ്ടായത് എന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട്.